നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് മോദി കേരളത്തെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്നത്. കേരളത്തിന്റെ ധനപരമായ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഈ നാടിന്റെ മുന്നേറ്റം തടയുകയെന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി നടപ്പാക്കുന്നതെന്നാണ് കേന്ദ്രത്തെക്കുറിച്ച് കേരള സർക്കാരിന് എപ്പോഴും പറയാനുള്ളത്. ഈ ഒരു കാര്യത്തിൽ പ്രതിപക്ഷവും സർക്കാരിന്റെ ഒപ്പം ഉണ്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്നുണ്ട് താനും. കാരുണ്യവും മനുഷ്യസ്നേഹവും ഒരുമിച്ചുണ്ടാകേണ്ട പ്രകൃതി ദുരന്തങ്ങളുടെയും മഹാമാരിയുടെയും കാലത്ത് പോലും മോദി ഭരണം കേരളത്തോട് മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 2018 മഹാപ്രളയത്തിന്റെ കാലത്ത് വിതരണം ചെയ്ത സൗജന്യ അരിക്ക് പോലും പണം വാങ്ങി. അന്ന് മറ്റു രാജ്യങ്ങൾ കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞ സഹായങ്ങൾ നൽകുന്നത് വിലക്കുകയും ചെയ്തു. ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലും കേന്ദ്ര സർക്കാർ നൽകുന്നത് ഏതു തരത്തിലുള്ള സഹായമാണെന്ന് ഇവിടെയുള്ളവർക്ക് കൃത്യമായി അറിയാം. ഇനി ധനകാര്യമന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന് 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ നൽകിയിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ മറ്റാരും കേരളത്തെ സ്നേഹിക്കുന്നില്ലെന്നും പിന്തുണച്ചിട്ടില്ലെന്നുമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 239% കൂടുതലാണ് മോദി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് നൽകിയതെന്നും നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി. UPA സർക്കാരിന്റെ കാലത്ത് 46,300 കോടിയാണ് 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കേരളത്തിന് കിട്ടിയത്. ഗ്രാന്റുകൾ 509% കൂട്ടി. UPA കാലത്ത് 25,630 കോടിയാണ് ലഭിച്ചത്. ഇപ്പോൾ 1.56 ലക്ഷം കോടി ലഭിച്ചു. കൊല്ലം ദേശീയപാത പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഇടപെടലിലാണെന്നും ധനകാര്യ കമ്മീഷൻ ശുപാർശ നൽകാതെ കോവിഡിന് ശേഷം സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ സഹായിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 50 കൊല്ലത്തേക്ക് പലിശയില്ലാത്ത വായ്പയായി കേരളത്തിന് 2,715 കോടി സഹായം നൽകിയെന്നും പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാതയിൽ ഒരു ചെറിയ ഭാഗം പരസ്പരം ബന്ധിക്കാനാവാതിരുന്നത് 40 കൊല്ലമാണ്. മോദി ഭരണത്തിലാണ് ആ ചെറിയ ഭാഗം പൂർത്തീകരിച്ചതെന്നും നിർമ്മല സീതാരാമൻ പരാമർശിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയാത്ത പിടിപ്പുകേടുകൊണ്ടാണ് പിന്നീട് വന്നു ഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നും ഇതിനൊന്നും കേന്ദ്രം കാരണക്കാരല്ലെന്നും നിർമ്മല സീതാരാമൻ പ്രതികരിച്ചു. കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്ന തുടർച്ചയായ പരാമർശം വേദനിപ്പിക്കുന്നുവെന്നും വിവേചനം കാണിക്കുന്നുവെന്ന് ആവർത്തിക്കുന്നത് കൊണ്ടാണ് കോടതി പരാമർശവും CAG റിപ്പോർട്ടും സഭയിൽ പറയേണ്ടി വന്നതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. 2022-23 കാലയളവിൽ 97.88% കടവും ഉപയോഗിച്ചത് കടത്തിന്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കാനാണ്. ഈ കണക്ക് സംസ്ഥാനത്തിന്റെ മോശമായ സാമ്പത്തിക വിനിയോഗത്തെ സൂചിപ്പിക്കുന്നുവെന്നും കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2023-24 വർഷത്തിൽ കേരളം വരുമാനത്തിന്റെ 74% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ഉപയോഗിച്ചത്. കേരളം വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് നിർമ്മല സീതാരാമൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം UDF-ന്റെയും LDF-ന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങളാണെന്നും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ തെറ്റല്ലെന്നും ധനമന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരളത്തിന് അനുവദിച്ച പദ്ധതികൾ ധനമന്ത്രി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് വ്യവസായ മേഖല, കോട്ടയം ഗ്രീൻഫീൽഡിന് അനുമതി, 1300 കിലോമീറ്റർ ദേശീയപാത, കണ്ണൂർ വിമാനത്താവളം, വാട്ടർ മെട്രോ, 27 കിലോമീറ്റർ കൊച്ചി മെട്രോ തുടങ്ങിയവയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനുവദിച്ചതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. EMS സർക്കാരിനെ കോൺഗ്രസ് പിരിച്ചുവിട്ടത് ഓർമ്മയില്ലേ എന്ന് നിർമ്മല സീതാരാമൻ ഇടത് MPമാരോട് ചോദിച്ചു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കിയതും മറക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു.